നമസ്കാരം. ഇതും കുടിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് ഒരു ഭീഷണിയോ അതോ അവസരമോ എന്നതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾ ഓർക്കുമല്ലോ, ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യത്തേതിൽ ഓസ്ട്രേലിയൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ചും രണ്ടാമത്തേതിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങുകളെ കുറിച്ചും സംസാരിച്ചു. ഈ സീരീസിൽ ഈ അടുത്ത് കണ്ട വാർത്ത 9 UK യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് അവലോകനം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. വിദേശ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനും മറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു ഭീഷണിയാണോ, അതോ ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു അവസരമാണോ? നമുക്കറിയാം, ഇന്ത്യൻ വിദ്യാർത്ഥികൾ വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായി ഹയർ സ്റ്റഡീസിന് വേണ്ടി ധാരാളമായി മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. US, UK, ഓസ്ട്രേലിയ, കാനഡ, പിന്നെ ചില യൂറോപ്യൻ കൺട്രീസ്, ഇവിടങ്ങളിലേക്ക് ഉള്ള സർവകലാശാലകളിലും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുമാണ് കൂടുതലായി ഇവർ പഠനത്തിനായി പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. 2024 ജനുവരിയിൽ വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം ഏകദേശം 13.3 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസിൽ പഠനം നടത്തുന്നുണ്ട്. ഒരു കണക്കനുസരിച്ചിട്ട് ഈ വിദേശത്തേക്ക് പോകുന്ന സ്റ്റുഡൻസിന്റെ ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്നത് 6 രാജ്യങ്ങളാണെന്ന് മനസ്സിലാകാം. ഈ കണക്ക് പ്രകാരം കാനഡയിൽ ഇപ്പോഴുള്ളത് 4.37 ലാക്സ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെങ്കിൽ 3.37, യുണൈറ്റഡ് കിങ്ഡത്തില് 1.85 ലാക്സ്, ഓസ്ട്രേലിയയില് 1.22 ലാക്സ്, ജർമ്മനിയിൽ 43,000, കൂടാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സില് 25,000 ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. 2025 മിനിസ്ട്രിയുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം 1.8 മില്യൺ, അതായത് 18 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കണക്കിന് ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇനി ഓരോ വർഷത്തെയും കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 8 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി എല്ലാ വർഷവും പോകുന്നു എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഇവർ ചെലവാക്കുന്നത് ഏകദേശം $47 ബില്യൺ ആണ് ഈ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി. അതായത് 3.9 lakh crores of Indian rupees. ഇത്രയധികം പണം ഈ കാര്യത്തിന് വേണ്ടി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു എന്നാണ് കണക്ക്. ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നു 2023 UGC പുതിയ നിയമം കൊണ്ടുവന്നത്. ഈ നീക്കം ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരമാണ് നിലവിൽ വന്നത്. ഇത് പ്രകാരം 15 ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാൻ അനുമതി കിട്ടി. ഇതിന്റെ ലക്ഷ്യം ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് നഷ്ടം കുറയ്ക്കുക, കൂടുതൽ ഗ്ലോബലി കോമ്പറ്റന്റ് ആയിട്ടുള്ള സിറ്റിസൺസിനെ വാർത്തെടുക്കുക, പിന്നെ ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് ഈ ഒരു മാറ്റം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്തുകൊണ്ടാണ് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഇന്ത്യയുടെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ തന്നെയാണ്. 50% കൂടുതൽ ഇന്ത്യൻ പോപ്പുലേഷൻ 25 വയസ്സിന് താഴെയുള്ളവരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ അതിന്റെ ഡിമാൻഡ് ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. രണ്ടാമതായിട്ട്, COVID-19 പാൻഡമിക്കിന് ശേഷം ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം, അത് പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിനെയും വളരെയധികം കഷ്ടത്തിലാക്കിയിട്ടുണ്ട് എന്ന് കാണാം. അതായത് അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുകയും എൻറോൾമെന്റ്സ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റീസിനും ഇന്ത്യ ഒരു പുതിയ മാർക്കറ്റാണ്. അത് അവരുടെ ഒരു സർവൈവലിന്റെ കൂടി പ്രശ്നമാണ്. മൂന്നാമതായിട്ട്, എഡ്യൂക്കേഷൻ ഡിപ്ലോമസി, വിദ്യാഭ്യാസ നയതന്ത്രം.
വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുകൾ ഇപ്പോൾ വെറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാത്രമല്ല, അവ ഒരു സാംസ്കാരിക ദൗത്യ കേന്ദ്രങ്ങൾ കൂടിയാണ്, അതായത് കൾച്ചറൽ മിഷൻ സെന്റേഴ്സ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. QS യൂണിവേഴ്സിറ്റി വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2026 പ്രകാരം ഉള്ള ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നില്ല. ഇന്ത്യയിലേക്ക് വരുന്ന യൂണിവേഴ്സിറ്റീസിന്റെ റാങ്ക് ഇങ്ങനെയാണ്. ടോപ്പ് 5 യൂണിവേഴ്സിറ്റീസ് മാത്രമേ, ടോപ്പ് 5 റാങ്ക് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. University of Western Australia from Australia, obviously, ranked 77 in QS 2026. University of Southampton from UK, ranked 87. University of Liverpool from UK, ranked 147. University of York from UK, ranked 169. University of Wollongong from Australia, ranked 184. ഇതോടൊപ്പം ഓർക്കണം, ഇന്ത്യയിലെ മുൻനിര യൂണിവേഴ്സിറ്റികൾ ചിലവയ്ക്ക് ഇതിലും മുകളിലുള്ള റാങ്കിംഗ് ആണ്. ഉദാഹരണത്തിന് IIT ഡൽഹി റാങ്ക് 123, IIT ബോംബെ റാങ്ക് 129, IIT മദ്രാസ് റാങ്ക് 180 എന്നിങ്ങനെയാണ് അവയുടെ റാങ്ക്സ്. അതായത് ചില ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ IITക്ക് സമാനമായിട്ടുള്ള റാങ്ക് ആണെങ്കിലും ടീച്ചിങ് ആൻഡ് റിസർച്ച് എക്സ്പീരിയൻസ്, curriculum ഫ്ലെക്സിബിലിറ്റി, സ്റ്റുഡന്റ് എക്സ്പീരിയൻസ്, ഗ്ലോബൽ എക്സ്പോഷർ എന്നിവയിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണുള്ളത്. ഇനി ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഗ്ലോബൽ ഡിഗ്രീസ് ഇന്ത്യയിൽ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇന്ത്യയിൽ തന്നെ വേൾഡ് ക്ലാസ് ഡിഗ്രീസ് ചെയ്യാം, അതും ഏകദേശം ഒരു 50% കുറഞ്ഞ ചിലവിൽ. രണ്ടാമതായിട്ട് ഈ യൂണിവേഴ്സിറ്റീസ് പിന്തുടരുന്ന അക്കാഡമിക് ഇന്നോവേഷൻസ്, ഉദാഹരണത്തിന് പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, കണ്ടിന്യൂസ് അസസ്മെന്റ്, ലേൺ സെൻട്രിക് ടീച്ചിങ്, ഇവയൊക്കെ ഇന്ത്യൻ പെഡഗോജി മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രേരണ ഉണ്ടാക്കാം. പിന്നെ റിസർച്ച് കൊളാബറേഷൻസ് കൂടുതലായി വരും എന്നൊരു മെച്ചം കൂടിയുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ച വിദ്യാർത്ഥികൾ നാട്ടിൽ തന്നെ പഠിച്ചാൽ ബ്രെയിൻ ഡ്രെയിൻ കുറയും, ഫോറിൻ എക്സ്ചേഞ്ച് നഷ്ടം കുറയും എന്നീ ഗുണങ്ങളും ഉണ്ടാകും. ഈ പുതിയ ഇനിഷ്യേറ്റീവ്സ് ചലഞ്ചസും കൂടി നിറഞ്ഞതാണ്, വെല്ലുവിളികളും കൂടി നിറഞ്ഞാണ് എന്ന് പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയേക്കാം. ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇന്ത്യയിൽ കുറഞ്ഞ ചിലവിലാണ് അവരുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ആ ഒരു ഫീലുള്ള വ്യത്യാസം വളരെ പ്രകടമായിരിക്കും. ഇതൊരു ഇൻഇക്വാലിറ്റിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചേക്കാം. രണ്ടാമതായിട്ട് ക്വാളിറ്റി പാരിറ്റി. ഇത് ഈ വരുന്ന യൂണിവേഴ്സിറ്റീസ് അവരുടെ ഹോം ക്യാമ്പസിന്റെ നിലവാരം ഇന്ത്യൻ ക്യാമ്പസുകളിലും നിലനിർത്തുക എന്നുള്ള ഒരു ഹ്യൂജ് ഒരു ചാലഞ്ച് അവർ ഫേസ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ അത് അവരുടെ ബ്രാൻഡ് വാല്യൂവിനെ ബാധിച്ചേക്കാം, അല്ലെങ്കിൽ ബ്രാൻഡ് റെപ്യൂട്ടേഷനെ ബാധിച്ചേക്കാം. പിന്നെ ഫാക്കൽറ്റി ഡ്രെയിൻ. ഇന്ത്യൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെ മികച്ച അധ്യാപകർ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ഇന്ത്യൻ ക്യാമ്പസിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, പാരമ്പര്യമായിട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയായിരുന്നു. അതുപോലെ ഗ്ലോബൽ നെറ്റ്വർക്കിങ്ങിന്റെ പാത്താകുക. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഒരു മൈഗ്രേഷൻ പാത്ത് വേ ആയിട്ടാണ് പലരും കണ്ടിരുന്നത്. ഇന്ത്യയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ ഇല്ലാതാകും എന്നൊരു ദോഷം പറയാം. ഇതൊക്കെയാണ് ചാലഞ്ചസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇതിനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം, അല്ലെങ്കിൽ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പുതിയ ഹയർ എഡ്യൂക്കേഷൻ സ്പേസ് ഇന്ത്യയിൽ തുറന്ന് തരികയാണ്. curriculum renewal, industry linked research, better student learning experiences, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇന്നോവേഷൻസ്, ഇവയ്ക്കൊക്കെയുള്ള ഒരു അവസരമാണ് തുറന്ന് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വേൾഡ് റാങ്കിങ്ങിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് വഴി US-നെയും UK-യെയും ചില യൂറോപ്യൻ കൺട്രീസിനെയും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ പോലെ ഇന്ത്യക്കും ഒരു ഹയർ എഡ്യൂക്കേഷൻ ഹബ് ആകാനും ഒരു ഹയർ എഡ്യൂക്കേഷൻ സൂപ്പർ പവർ ആകാനും ഉള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കത്തിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഇത് ഇന്ത്യയുടെ ഗ്ലോബൽ അക്കാദമിക് ഐഡന്റിറ്റി പുനർനിർമ്മിക്കുമെന്നും റീഡിഫൈൻ ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നു.
ഇന്ത്യ ഇനി വിദ്യാർത്ഥികളെ പുറത്തേക്ക് അയക്കുന്ന ഒരു രാജ്യം മാത്രമായിരിക്കില്ല. ഇന്ത്യ ഒരു ഇന്റർനാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ഹബും ഇന്റർനാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ കൂടി ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതുവഴി ധാരാളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇന്ത്യയിലേക്കും വരും എന്നൊരു ഗുണം കൂടിയുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഇനിയും കാണാം. അതുവരേക്കും വിടാം.